നമസ്കാരം. വോയിസ് ഓഫ് വിജീഷിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു വലിയൊരു തട്ടിപ്പിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്, അതൊന്ന് പറയാമെന്ന്. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങളിലൂടെയൊക്കെ അറിയേണ്ടിയിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് ആയത്. അപ്പം നിലവിൽ ഈ പറഞ്ഞ മഹാന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത് നിലവിലിപ്പോൾ വിസ അടിക്കുന്നില്ല. പോളണ്ടിലേക്ക് ഒരു കാരണവശാലും നാഷണൽ എംപ്ലോയ്മെൻറ്റ് കാറ്റഗറിയിൽ വിസ അടിക്കില്ല. അതുകൊണ്ട് മറ്റു വഴികൾ നോക്കണം. അപ്പോൾ കമ്പനി തന്നെ ഇടപെട്ടുകൊണ്ട് നിങ്ങൾക്ക് ഡേറ്റ് എടുത്ത് തന്ന് വിസ അടിച്ചു തരും. ഇതാണ് ഇവരുടെ ഓഫർ. അപ്പോൾ നിലവിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർഷങ്ങളിലൊക്കെ മുമ്പേ കൊടുത്ത വർക്ക് പെർമിറ്റ് കൊടുത്ത് ഇവരൊക്കെ കുറേ എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പലരും പൈസ തിരിച്ചു വയ്ക്കുന്ന സാഹചര്യങ്ങൾ, പിന്നെ വലിയൊരു സ്കാമൊക്കെ നടന്ന് കോടിക്കണക്കിന് രൂപ ചിലരുടെ കൈകളിലായ അവസ്ഥകൾ, 4-5 ലക്ഷം രൂപയൊക്കെ ചിലർ കൊടുത്തിട്ട് പെട്ട് നിൽക്കുന്ന അവസ്ഥകൾ, ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഒത്തിരി പേര് ഈ കഥകളൊക്കെ നമ്മുടെ ഗ്രൂപ്പുകളിൽ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ പലരും പിന്നെ ഈ പറഞ്ഞ പോലെ പോക്ക് ക്യാൻസൽ ചെയ്യുന്ന അല്ലെങ്കിൽ പൈസ തിരിച്ചു വയ്ക്കുക ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നിൽക്കുന്ന സമയത്താണ് ഇവർ പെട്ടെന്നൊരു ഓഫറും കൊണ്ട് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, ഒരു കാരണവശാലും സബ്മിറ്റ് ചെയ്താൽ വിസ അടിക്കില്ല. പകരം നിങ്ങൾക്ക് കമ്പനി ഡേറ്റ് എടുത്ത് തന്ന് കമ്പനി വിസ അടിപ്പിച്ച് തരും. അതിന് 2 ലക്ഷം രൂപ അല്ലെങ്കിൽ 3 ലക്ഷം രൂപ 4 ലക്ഷം രൂപ കൊടുക്കണം. അപ്പോൾ ഇതിനിടയ്ക്ക് ഷുവർ സ്ലോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചില കേസുകൾ നമ്മുടെ ഇടയിൽ കേൾക്കാറുണ്ട്, അവിടെ ഇടയ്ക്ക് വിസ അടിച്ചെന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. പക്ഷെ അതൊക്കെ സാധാരണ അവർ ചെയ്യുന്ന പറഞ്ഞാൽ ചെറിയ എന്തെങ്കിലും ഒരു എമൗണ്ട് അഡ്വാൻസ് മേടിക്കും, ബാക്കി ആഫ്റ്റർ വിസ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം നമുക്കവിടെ പൈസ നഷ്ടപ്പെടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അതേസമയം ഇപ്പോൾ പറയുന്ന ഈ രണ്ടാമത്തെ കൂട് പ്രകാരമാണെങ്കിൽ നിലവിൽ നമ്മൾ കുറേ പൈസ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ 2 ലക്ഷം അല്ലെങ്കിൽ 3 ലക്ഷമൊക്കെ അഡ്വാൻസ് വീണ്ടും മേടിക്കും. അതായത് നമ്മുടെ കയ്യിലെ പൈസ അങ്ങോട്ട് ചെല്ലും. ലാസ്റ്റ് ഈ സുപ്രഭാതത്തിൽ എന്താ സംഭവിക്കുക? ഇവർ ലാസ്റ്റ് കൈമറത്ത് ഞങ്ങൾ അവിടെ പൈസ കൊടുത്തു, ഇവിടെ പൈസ കൊടുത്തു, പെട്ടുപോയി, അല്ലെങ്കിൽ ഒരു സുപ്രഭാതം ഇവരെ കാണില്ല. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്ന കഥ. അപ്പം നിലവിൽ നാഷണൽ എംപ്ലോയ്മെൻറ്റ് വിസ അടിക്കില്ല എന്നാണ് ഇവർ പറഞ്ഞ് വിശ്വസിക്കുന്നത്. അപ്പോൾ അത് വിസ അടിക്കുന്നുണ്ടെന്നുള്ളത് പ്രൂവ് ചെയ്യണം നമ്മുടെ ആവശ്യമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു 2 ആഴ്ച കൊണ്ട്, ഏകദേശം 2-3 ആഴ്ച കൊണ്ട് നമ്മുടെയൊക്കെ തന്നെ നമ്മുടെ യൂറോപ്പ് വാർഡ് പങ്കുവെക്കുക എന്ന് പറയുന്ന 4 ഗ്രൂപ്പുണ്ട്. ഞാൻ പല പ്രാവശ്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അതിന് 3500 പേരുണ്ട്. അതിൽ തന്നെ ഒരു 4-5 പേരുടെ വിസ അടിച്ച് കിട്ടിയതിൻ്റെ ഫോട്ടോസ് സഹിതം ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ച് വ്യാപകമായിട്ട് വിസ അടിക്കുന്നുണ്ടെന്നല്ല. സാധാരണ നമുക്ക് വരുന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഒരു 4-5 പേരുടെ വിസ അടിച്ചിട്ട് കഴിഞ്ഞാൽ അത് സകലമാന ഏജൻസികളും കൊണ്ട് കാണിച്ചിട്ട് 10 പേർക്ക് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഒരെണ്ണം അടിച്ച് കിട്ടുന്നത്. ഈ ബാക്കി 9 പേരും തോറ്റത് പറയല, 9 പേരുടെയും വിസ അടിക്കാതെ പോയത് പറയല, ഇത് മാത്രമാണ് പറയുക. അപ്പോൾ ഇതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന വലിയൊരു തട്ടിപ്പ്. പണ്ട് VFSൽ കൂടെ സബ്മിഷൻ അല്ലെ VFS വഴി ഡേറ്റ് കിട്ടുന്ന സമയത്ത് ഒരു കലാപരിപാടി ഉണ്ടായിരുന്നു. സെപ്പറേറ്റ് ഡേറ്റ് എടുത്ത് കൊടുക്കും. അത് മുംബൈയിലാണ് കൂടുതൽ സബ്മിഷൻ നടക്കും, പക്ഷേ വിസ അടിക്കില്ല. ഈ അടുത്ത കാലത്ത് തന്നെ മുങ്ങിയ ഒരു ഏജൻസി ഇടയ്ക്ക് പേപ്പറിലൊക്കെ ഫോട്ടോ വന്നതാണ്. അവരുടെ ഗൾഫ് ബേസ് ചെയ്തിട്ട് ചങ്ങനാശ്ശേരിയിലുണ്ടായിരുന്ന ഒരു ഓഫീസ് മുഖാന്തരം 10-20 പേർക്ക് ഈ ലക്കിട്ടോയുടെ സമയത്ത് തന്നെ മുംബൈയിൽ ഡേറ്റ് കൊടുത്തു. എല്ലാവർക്കും സബ്മിഷൻ നടന്നു, പക്ഷെ ഒരു വ്യക്തിക്ക് പോലും വിസ അടിച്ചില്ല. അത് വേറൊരു തരം തട്ടിപ്പാണ്. പണ്ട് VFS നടന്നുകൊണ്ടിരുന്നപ്പോൾ ഇത് തന്നെയായിരുന്നു. അവർ വേറെ ഏതെങ്കിലും കാറ്റഗറിയിൽ എടുത്തിട്ടാണ് നമ്മളെ കൊണ്ട് സബ്മിഷൻ ചെയ്യുക. പക്ഷെ അന്നേരം അവരുടെ ചെക്ക് ലിസ്റ്റിൻ്റെ അടിയിൽ എഴുതും ഇന്ന പോലെ നാഷണൽ എംപ്ലോയ്മെൻറ്റ് അല്ല ഇന്ന കാറ്റഗറി വന്നതാണ്, എന്നിട്ട് നാഷണൽ എംപ്ലോയ്മെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നത്. ഇത് കാണുമ്പോൾ തന്നെ രജിസ്ട്രേഷനാണ്. ഇപ്പം ഇതിൻ്റെ എല്ലാം മെനക്കെടുന്ന ഏജന്റുമാർ നമ്മുടെ കാശ് കൊണ്ട് തിന്നുകൊണ്ടിരിക്കും. പക്ഷെ നമുക്ക് ഈ പൈസ കൊടുക്കുന്നതല്ലാണ്ട് ഗുണമുണ്ടാകുമില്ല, വിസ അടിച്ച് കിട്ടത്തുമില്ല. ഈ അടുത്ത ദിവസങ്ങളിൽ ഇന്നലെയൊക്കെ ആയിട്ടാണെങ്കിൽ തന്നെ ന്യായമായിട്ട് റിജക്ഷൻ വരുന്നുണ്ട്, നല്ല രീതിയിൽ റിജക്ഷൻ വരുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചില കമ്പനികൾക്ക് ഒരെണ്ണം പോലും വിസ അടിക്കാൻ റിജക്ഷൻ ആകുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഒത്തിരി പേർക്ക് പഴയ പെർമിറ്റുകൾ, അപ്പോൾ അവരുടെ ഏജൻറ്റുകളൊക്കെ പുതിയ പെർമിറ്റ് മാറ്റി കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അവർക്കും ഏജൻറ്റിനും ആ കമ്പനിയായിട്ടുണ്ടായ ടേംസ് മോശമായതുകൊണ്ടായിരിക്കാം പുതിയ പെർമിറ്റുകൾ കിട്ടാണ്ട് വരുന്നത്. 3600 സ്ലോട്ടി ശമ്പളമൊക്കെയുള്ള പെർമിറ്റ് സബ്മിഷൻ ചെയ്യുന്നത് അതൊന്നും ഒരെണ്ണം പോലും വിസ അടിച്ചിട്ടില്ല. ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് കൂടുതലായിട്ട് കാണാൻ കഴിഞ്ഞത് ഇപ്പം എൽമെക്സ്, ഡാർട്ടാൻസ്, എൻസൽ, AG ട്രാൻസ് ഇവരുടെയൊക്കെ കൂടുതൽ എല്ലാം തന്നെ രജിസ്ട്രേഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഇതിൽ ഇപ്പം എൽമെക്സിൻ്റെ ഒക്കെ 3600 സ്ലോട്ടി പെർമിറ്റ് ഉള്ള ആൾക്കാരാണ് ഇതും പിടിച്ചുകൊണ്ട് ഇപ്പം വിസ അടിച്ച് കിട്ടുമെന്ന് പറയുന്ന ഡേറ്റിന് വേണ്ടി പിന്നെ ഈ ബ്ലാക്കിലേക്ക് മുടക്കാൻ വേണ്ടിയിട്ട് പിന്നെയും പൈസ കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇപ്പം ഈ AG ട്രാൻസിൻ്റെ ഒക്കെ ചില രജിസ്ട്രേഷൻ ആയിട്ടൊക്കെ ചോദിച്ചപ്പോൾ 3900 സംതിങ് ഒക്കെയാണ് അവർക്ക് സാലറി ഉള്ളത്. അതോടൊപ്പം നമ്മളതിൽ നിന്ന് നടത്തിയ ഒരു പരിശോധനയിൽ അല്ലെങ്കിൽ പലരുമായിട്ടുള്ള സംസാരിച്ചത് മനസ്സിലായത് ഈ അടുത്തൊക്കെ വിസ അടിച്ചിരിക്കുന്ന എല്ലാവർക്കും തന്നെ 4500 സ്ലോട്ടി മുതൽ അതിന് മുകളിലേക്ക് സാലറി കാണിച്ചിരിക്കുന്ന ആൾക്കാർക്കാണ് വിസ അടിച്ചിരിക്കുന്നത്. 4500 താഴെയുള്ളതൊന്നും വിസ അടിച്ചതായിട്ട് ഒരെണ്ണം പോലും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇനി ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഈ അടുത്ത ദിവസങ്ങൾ അല്ലെങ്കിൽ പണ്ടത്തെ കാര്യമല്ല പറയുന്നത് കേട്ടോ, ഈ ഒരു മാസത്തിനുള്ളിൽ, അതായത് ഇന്നിപ്പം മാർച്ച് 13-ാം തീയതിയാണ്, ഈ ഒരു മാസത്തിനുള്ളിൽ ആർക്കെങ്കിലും അങ്ങനെ ഈ 4500 സ്ലോട്ടിലൊക്കെ താഴെ വിസ അടിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നമുക്ക് നമ്മളുടെ ആ ഗ്രൂപ്പുകളും പിന്നെ വേറെ കുറേ ഗ്രൂപ്പുകളും നമ്മളുടെ അവിടുന്ന് കിട്ടുന്ന അറിവുകൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള കാര്യമാണ് പറയുന്നത്.
അപ്പോൾ പലരും ഈ പറഞ്ഞതുപോലെ തന്നെ പഴയ പെർമിറ്റുകളൊക്കെയാണ് വെച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിനൊക്കെ വേണ്ടി മെനക്കെട്ട് വെറുതെ നമ്മുടെ പൈസ കളയാതിരിക്കുകയായിരിക്കും കൂടുതൽ നല്ലത്. പിന്നെ ഒത്തിരിയേറെ അപ്ഡേഷൻസ് പോളണ്ടിൽ നിന്ന് പുതുതായിട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ പഴയ പോലെ ബ്ലാക്ക് കാര്യങ്ങൾ നടക്കില്ല. ഇപ്പം നേരത്തെ തന്നെ ബ്ലാക്കിൻ്റെ വിഷയങ്ങൾ നമ്മൾ പറയുന്നത് നിന്ന് പോകുന്നു പറയും. ഇപ്പോൾ ഏകദേശം അതൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. സ്ലോട്ട് ഇപ്പം ബ്ലാക്ക് എന്നുള്ള അവസ്ഥ കംപ്ലീറ്റ് നിന്ന് പോയി. ലക്കി ഡ്രോ വഴിയാണ് വരുന്നത്. അതിലിപ്പോൾ ഈയിടെയായിട്ട് ന്യായമായ സ്ലോട്ടുകൾ റിലീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ വിസ അടിക്കുന്നത് വളരെ കുറവാണ്. അതുപോലെ എന്ന് പറഞ്ഞാൽ അൺസ്കിൽഡ് കാറ്റഗറി, മാരീഡ് അല്ലാത്ത ആൾക്കാർ, ഇവർക്കൊക്കെ വിസ അടിക്കുന്നത് പറഞ്ഞു പോലും കേട്ടിട്ടില്ല. ഇനി അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ അടിക്കില്ല എന്നല്ല കേട്ടോ. ഇനി അപ്പോൾ ഞാൻ എന്നെ അടിക്കില്ല എന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ചുകൊണ്ട് പോകരുത്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക അടുത്ത ദിവസങ്ങളിൽ. ഇപ്പോൾ ഈ അടുത്ത് കണ്ടതിലൊക്കെ എന്ന് പറഞ്ഞാൽ അൺമാരീഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വിസ അടിച്ചതായിട്ട് ഒരെണ്ണം പോലും തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ചിലപ്പം വിസ അടിച്ചിട്ടുണ്ടാകാം, പക്ഷേ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ അൺസ്കിൽഡ് കാറ്റഗറിയിൽ ആർക്കും അടിച്ചില്ല. ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ അടിച്ചു കിട്ടിയിരിക്കുന്ന ട്രക്ക് ഡ്രൈവർമാർ, വെൽഡർ, ഫിറ്റർ, ഇങ്ങനെയുള്ള ഓരോ 3 കാറ്റഗറിയിലുള്ള ആൾക്കാർക്കാണ് വിസ അടിച്ചതായിട്ട് നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ സ്കിൽഡ് കാറ്റഗറിയിലുള്ള മാത്രമേ വിസ അടിച്ചുള്ളൂ. അൺസ്കിൽഡ് കാറ്റഗറി അല്ല വെയർ ഹൗസ് അങ്ങനെയുള്ള പാക്കിംഗ് സെക്ഷൻ ഒരാൾക്ക് പോലും വിസ അടിച്ചായിട്ട് അറിഞ്ഞിട്ടില്ല. അതുപോലെ മാരീഡ് അല്ലാത്ത ചെറിയ പ്രായം കുറഞ്ഞ ആൾക്കാർക്ക് അടിച്ചതായിട്ട് എൻ്റെ അറിവിൽ വന്നിട്ടില്ല. അത് കുറേയേറെ അപ്ഡേഷൻസ് വരുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ടായിരിക്കാം. പക്ഷേ ഭാവിയിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വരാം. അപ്പോൾ ഇപ്പോഴും പല ഏജൻസികൾ ഇപ്പോഴും നിങ്ങളെ ഇത്ര ദിവസങ്ങളിൽ ഡേറ്റ് എടുത്ത് കയറ്റിവിടാമെന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി ആൾക്കാർ രംഗത്തേക്ക് വരുന്നുണ്ട്. ദയവ് ചെയ്ത് അങ്ങനെ പറയുന്നവരോടൊക്കെ പറയുക, ചെറിയൊരു പേയ്മെൻറ്റ് 10-25 അഡ്വാൻസ് തരാം, ബാക്കി ആഫ്റ്റർ വിസ അല്ലെങ്കിൽ ഡേറ്റ് കിട്ടി സബ്മിഷൻ ചെയ്യുമ്പോൾ അത് എഗ്രിമെൻറ്റ് വെച്ചുകൊണ്ട് തരാം. ഇങ്ങനെ തന്നെയാണ് സംസാരിക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളുടെ പണം നഷ്ടപ്പെടും. അതുപോലെ നിങ്ങൾ ഏത് ഏജൻസിയിൽ പോയി ചോദിക്കുമ്പോഴാണേലും കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ഞാൻ അതിനെപ്പറ്റി അടുത്തൊരു വീഡിയോ പിന്നീട് ചെയ്യാം. എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് എങ്ങനെ പൈസ നഷ്ടപ്പെടാണ്ട് ചെയ്യാൻ പറ്റും, 2 കൂട്ടർക്കും കുഴപ്പമില്ലാണ്ട് എങ്ങനെ പോകാൻ പറ്റും എന്നുള്ളത്.